കൂട്ടുകാരെല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കുറച്ച് അരിമാവാണ്. അപ്പോൾ ഇത് ഞാൻ പണ്ട് കാലത്തുള്ള ഒരു നാടൻ പലഹാരം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതൊക്കെ ചേർത്ത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പലഹാരത്തിൻ്റെ പേര് കളിയടക്ക. ഞാൻ 1 കിലോ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലിട്ട് ഞാൻ കുറച്ച് ഒരു 1.5 മുറി തേങ്ങ ഞാൻ അതിലോട്ട് ഇടുകയാണ്. പാകം ചെയ്യുന്ന വിധമാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ കുറച്ച് കറുത്ത എള്ള് കണ്ടോ, ഇത് എള്ളാണ്, കറുത്ത എള്ള്, അത് കുറച്ച് ചേർക്കുകയാണ്, കുറച്ചുകൂടെ ചേർക്കുകയാണ്. പിന്നെ പാകത്തിന് ഉപ്പ്. അപ്പോൾ എള്ള് ഞാൻ കുറച്ചുകൂടെ ഇടയാണ്. ഉപ്പും കുറച്ചുകൂടെ ഇടാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കുഴക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ കുഴക്കുന്ന ആ അളവിലാണ് കുഴച്ചെടുക്കേണ്ടത്. പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കണം. വെള്ളം ഒഴിച്ച് ശകലിച്ച് കുഴച്ചെടുക്കണം. കണ്ടോ കണ്ടോ നമ്മുടെ തേങ്ങ, എള്ള്, പച്ചരി, പിന്നെ പാകത്തിന് ഉപ്പൊക്കെ ചേർന്ന് ഇതാ കണ്ടോ കുഴച്ചെടുക്കുന്നത് ചപ്പാത്തിയുടെ അളവിന്. നമ്മളിതിങ്ങനെ കുഴച്ചെടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഓരോരോ കുഞ്ഞു കുഞ്ഞു ഉരുളയായിട്ട് ഉള്ളം കയ്യിൽ വെച്ച് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയാണ്. കുഴയ്ക്കുമ്പോൾ വെള്ളം കൂടിപ്പോരുത്, ശ്രദ്ധിച്ചാണ് കുഴയ്ക്കേണ്ടത്. നമ്മൾ ചപ്പാത്തിക്ക് എങ്ങനെയാണ് കുഴച്ചെടുക്കുന്നത് ആ രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത്. കാരണം നമ്മൾ അരി പൊടിച്ച പച്ച മാവാണ് കേട്ടോ, വറുത്ത മാവല്ല. കൂടിപ്പോയാൽ ദോശ മാവ് പോലെ ആവും കണ്ടോ കുഴച്ചെടുത്തത്. അതുകൊണ്ട് ശ്രദ്ധിച്ചാണ് വെള്ളം ഒഴിക്കേണ്ടത്. കണ്ടല്ലോ, ഇനി ഞാനൊരു അരമണിക്കൂർ ഇതിനെ അടച്ചൊന്ന് വെക്കാൻ പോവുകയാണ്. ഇനി ചെയ്യാൻ പോകുന്നത് ഇതിനെ കുറേശ്ശെ എടുത്ത് കുഞ്ഞു കുഞ്ഞു ഉരുളകളായിട്ട് ഉരുട്ടി എടുക്കാൻ പോവുകയാണ്. ഉള്ളം കയ്യിൽ വെച്ചിങ്ങനെ ഉരുട്ടി എടുക്കണം. കണ്ടോ കണ്ടോ ഉരുട്ടുന്ന വിധം ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ച് ടൈറ്റായിട്ട് ഉരുട്ടി എടുക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ നമ്മളത് എണ്ണയിലോട്ട് എടുത്തിടുമ്പോഴത്തേക്ക് പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഉരുട്ടിയെടുക്കണം കേട്ടോ. ഇത് എണ്ണയിലിടുമ്പോൾ കുറച്ചുകൂടെ വലുതാവും. അതുകൊണ്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ടാണ് പിന്നെ ഉണ്ടകളായിട്ടാണ് എടുക്കേണ്ടത്. ആണ് ഇതിന് കളിയടക്കാന്ന് പേരിട്ടിട്ടുള്ളൂ. പണ്ടൊക്കെ നമ്മൾ തേങ്ങയും ശർക്കരയും പിന്നെ മാവും കൂടെ ഇട്ടിങ്ങനെ നമ്മൾ ഉരുട്ടി സാധാരണ പച്ച മാവിൽ കഴിക്കാറുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുപോലെ തന്നെയാണ് ഇതും ഒരു വെറൈറ്റി സാധനമാണ്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ അവിടെ പ്രായം ചെന്ന അമ്മച്ചിമാരിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് വിൽക്കാൻ വെച്ചിരിക്കുക. അപ്പോൾ 1 പൈസ കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കിട്ടും. ചിലവരൊക്കെ ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടാവാം. എത്രത്തോളം നമ്മൾ തേങ്ങ ചേർക്കുന്നോ അത്രയ്ക്കും ടേസ്റ്റാണ്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി ആദ്യം ഉരുട്ടി വെക്കണം. കണ്ടോ എന്ത് രസം കാണാൻ, ഭംഗി തന്നെ കാണാം അല്ലേ. ആ എള്ളും ഒക്കെ കൂടെ എന്താണ്ട മുത്തുപോലെ ഇരിക്കും. ഇത് ഉണ്ടാക്കാൻ പോവുകയാണ്. ചീനച്ചട്ടി അടുപ്പ് വെച്ചു, ഗ്യാസ് ഓണാക്കി, ചട്ടി ചൂടായി. ഇനി ഇതാ എണ്ണ ഒഴിക്കാൻ പോകണം. 1/2 കിലോ എണ്ണയും അതിലൊഴിച്ചു. നമ്മുടെ എണ്ണ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉരുട്ടി വെച്ച കളിയടയ്ക്കാൻ കുറേശ്ശെ ഇടാൻ പോകും. ദൂരെ മാറി നിന്നാണ് ഇതിടാൻ. പൊട്ടിത്തെറിക്കും, മുഖത്തേക്കൊക്കെ വന്ന് വീഴും. ഒരുമിച്ച് കുറച്ചൊക്കെ ഇടാം കേട്ടോ. തീ അല്പം കുറച്ച് വെച്ചിട്ട് കണ്ടോ, കാണാൻ തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പം നമ്മുടെ കളിയടക്കിയതാ എണ്ണയിൽ കിടന്ന് കളിച്ചുകൊണ്ട് കിടക്കണേ. അപ്പോൾ നമ്മുടെ പണ്ടത്തെ കളിയടക്ക അതാ ഏകദേശം 3/4 ഭാഗമായിട്ടുണ്ട്. ഇനി അല്പം കൂടെ ഉണ്ട്. അപ്പം നമ്മുടെ കളിയടക്ക റെഡി ആയിട്ടുണ്ട്. എന്നാൽ കോരി മാറ്റാൻ പോവുകയാണ്. കൂട്ടുകാരെ, നമ്മുടെ കളിയടക്ക റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കാണാൻ തന്നെ ഒരു പ്രത്യേക ഗോലി ഇരിക്കുന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ഇത് കൂടുതലും കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ വീഡിയോ ഇടുന്നത് കൊണ്ട് പണ്ട് കാലത്തുള്ള നമ്മൾ കഴിച്ച അതിൻ്റെ ഓർമ്മയൊക്കെ ഒന്ന് പുതുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് ഈ വീഡിയോ ഞാനിപ്പോൾ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലത്തെയുള്ള പഴയ ഐറ്റങ്ങളുമായിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ്. ബൈ.